നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്കുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2005 വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വിവരാവകാശ നിയമത്തെ വിശേഷിപ്പിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് APJ അബ്ദുൽ കലാമാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം, ആ നിയമത്തെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ആ നിയമം വഴിയായിട്ടാണ് ഈ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നിൽക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യലാണ്. ഇനി എന്താണ് ക്വാസി ജുഡീഷ്യൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പറഞ്ഞാൽ, ഒരു പരാതിയെപ്പറ്റി അന്വേഷണം നടത്തുമ്പോൾ ഒരു സിവിൽ കോർട്ടിന്റെ അധികാരങ്ങൾ വിവരാവകാശ കമ്മീഷനും ഉണ്ടാകും. ഒരു സിവിൽ കോർട്ടിന്റെ അധികാരമാണ് വിവരാവകാശ കമ്മീഷന് ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ ക്വാസി ജുഡീഷ്യൽ എന്ന് വിളിക്കുന്നത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, ന്യൂഡൽഹി അഥവാ CIC ഭവൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ അതിന്റെ പഴയ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ, ന്യൂഡൽഹിയാണ്. വിവരാവകാശ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി നിർമ്മാർജ്ജനം, പൊതുസ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളിലുള്ള സുതാര്യത, വിശ്വസ്തത. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ജനാധിപത്യ മൂല്യമുള്ള നിയമം എന്ന് അവകാശപ്പെടുന്നതാണ് ഈ 2005 വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ രാജ്യമാണ് സ്വീഡൻ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ആദ്യ ഏത് രാജ്യത്താണ്? സ്വീഡനിലാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഒരു ചെറിയ കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ രണ്ട് രീതിയിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് രണ്ടും അവിടെ കാണിച്ചിട്ടുണ്ട്. 57, 55 രാജ്യമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ കൺഫ്യൂഷൻ അടിക്കാതിരിക്കുക. 55 പറഞ്ഞിട്ടുണ്ട് 55 ആണ്, 57 പറഞ്ഞിട്ടുണ്ട് 57 ആണ്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടും അവിടെ കൊടുത്തിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുവാൻ കാരണമായിട്ടുള്ള ഒരു സംഘടനയുണ്ട്. അത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന, MKSS. MKSS പ്രവർത്തിച്ചിരുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ 2005 എന്നുള്ള ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ടത് രാജസ്ഥാനില്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് ഇതിന്റെ നിലവിൽ വരാനായിട്ടുള്ള ഭൂതരായിട്ടുള്ളവർ. ആ സംഘടനയാണ്. വിവരാവകാശ നിയമത്തിന് വേണ്ടി പരിശ്രമിച്ച പ്രധാന വനിതയാണ് അരുണ റോയ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. എന്നാണ് 2005. പക്ഷെ പാർലമെന്റ് പാസ്സാക്കുന്നതിന് മുൻപേ തന്നെ ഈ നിയമം, അതായത് ഈ വിവരാവകാശ നിയമം നിലവിൽ വന്ന ഒരു സംസ്ഥാനമുണ്ട്. അത് തമിഴ്നാടാണ്. പക്ഷെ പാർലമെന്റിൽ പാസ്സാക്കിയത് ആയതുകൊണ്ടാണ് 2005 വന്ന ആദ്യ സംസ്ഥാനമായിട്ട് രാജസ്ഥാനിനെ കണക്കാക്കുന്നത്. അപ്പോൾ 1997 തന്നെ ഈ നിയമം, ഈ വിവരാവകാശ നിയമം തമിഴ്നാട്ടില് നിലവിൽ വന്നിരുന്നു.
ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചാല് വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ AN തിവാരി. ഇന്ത്യയുടെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നത് ദീപക് സന്ധു ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു സുഷമ സിംഗ്. ദേശീയ വിവരാവകാശ മുഖ്യ കമ്മീഷണർ പദവിയിൽ വന്നിട്ടുള്ള വനിതകൾ രണ്ടുപേരാണ്. ഒന്ന് ദീപക് സന്ധു, രണ്ടാമത്തേത് സുഷമ സിംഗ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അതായത് 2024 ഹീരാലാൽ സമരിയ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായിട്ടുള്ള വ്യക്തികളാണ് ഇനിയിപ്പോൾ പറയുന്നത്. ആദ്യത്തേത് വജാഹത്ത് ഹബീബുള്ള. 2005 മുതൽ, അതായത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് മുതൽ 2010 വരെയായിരുന്നു കാലയളവ്. AN തിവാരി 2010. സത്യാനന്ദ മിശ്ര 2010 മുതൽ 2013 വരെ. ദീപക് സന്ധു 2013. സുഷമ സിംഗ് 2013, 2014. രാജീവ് മാത്തൂർ 2014. വിജയ് ശർമ്മ 2015. രാധാകൃഷ്ണ മാത്തൂർ 2016 മുതൽ 2018 വരെ. സുധീർ ഭാർഗവ 2019, 2020. വിമൽ ജൂൽക്കാർ 2020. യശ്വന്തർ കുമാർ സിൻഹ. ഹീരാലാൽ സമരിയ. വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തു. എപ്പോഴാണ്? 2019. എന്നാണ് നിലവിൽ വന്നത്? 2005. അപ്പോൾ ഇത് അമെൻഡ്മെന്റ് ചെയ്തത് 2019. 2019 വിവരാവകാശ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. എന്നായിരുന്നു? ജൂലൈ 19. 2019 വിവരാവകാശ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതും 2019 ജൂലൈ 22 2019 വിവരാവകാശ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. 2019 വിവരാവകാശ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ഓഗസ്റ്റ് 1 2019. 2019 വിവരാവകാശ ഭേദഗതി ബില്ലിലൂടെ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്: കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര തീരുമാനം. ഓക്കെ, ആ തീരുമാനം അനുസരിച്ചിട്ട് 65 years. നേരത്തെ എത്രയായിരുന്നു? 65 വയസ്സായിരുന്നു. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഭരണഘടന അംഗങ്ങളുടെ ശമ്പളം കേന്ദ്രത്തിന് തീരുമാനിക്കാമോ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗസംഖ്യ 11. അതിനകത്ത് ഉൾപ്പെടുന്നത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ കൂടാതെ 10 അംഗങ്ങളും. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശ കമ്മിറ്റി 3 അംഗങ്ങളാണ്. ആരൊക്കെയാണുള്ളത്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. അപ്പോൾ അവർ 3 പേരും കൂടെ കൂടുമ്പോഴാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശ കമ്മിറ്റി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും പ്രസിഡന്റ് തന്നെയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാനായിട്ടുള്ള അധികാരവും പ്രസിഡന്റിനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടതും ആർക്കാണ്? പ്രസിഡന്റിന് തന്നെയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം നേരത്തെ പറഞ്ഞതാണ് CIC ഭവൻ അഥവാ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഭവൻ, ന്യൂഡൽഹി. പഴയ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ, ന്യൂഡൽഹിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പുനർനിയമനത്തിനുള്ള യോഗ്യതകൾ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ വീണ്ടും തലസ്ഥാനത്തേക്ക് നിയമിക്കപ്പെടാൻ യോഗ്യരല്ല.
കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടോ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടോ നിയമിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെച്ചേക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ വീണ്ടും തലസ്ഥാനത്തേക്ക് നിയമിക്കപ്പെടാൻ സാധ്യത ഇല്ല, നിയമിക്കപ്പെടാൻ യോഗ്യരല്ല. പക്ഷേ അവർക്ക് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടോ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടോ നിയമിക്കാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗസംഖ്യ 11 തന്നെയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ കൂടാതെ 10 അംഗങ്ങളും. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശ കമ്മിറ്റിയിൽ 3 പേരാണുള്ളത്. കേന്ദ്രത്തിലും 3 പേരാണ്, മറന്നു പോകരുതും. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി. അത് കേന്ദ്രത്തിലാണെങ്കിലോ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയുമായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ രാജിക്കത്ത് നൽകുന്നത് ഗവർണറാണ്. അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആകുമ്പോൾ പ്രസിഡന്റ്, സംസ്ഥാനമാകുമ്പോൾ ആ സംസ്ഥാനത്തിലെ ഗവർണർ. പ്രത്യേകമായിട്ട് ഓർത്തു വെച്ചേക്കുക. കേരളത്തിന്റെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആയിരുന്നത് പാലാട്ട് മോഹൻദാസ് ആണ്. ഇനി വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ. എന്താണ് വിവരം? വിവരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ എടുക്കുന്ന വിവരം അല്ല. ഇതിനകത്ത് 2005 വിവരാവകാശ നിയമം അനുസരിച്ചിട്ടുള്ള അതിൽ പ്രതിപാദിക്കുന്നത് എന്താണ് വിവരം, അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കയ്യെഴുത്ത് പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് വിവരം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിവരാവകാശം? അത് നേരത്തെ വിവരമാണ്. അപ്പൊ നമ്മൾ എന്താണ് വിവരാവകാശം? എന്നാൽ രേഖകളും ജോലികളും പരിശോധിക്കുവാനും പകർപ്പുകളും സാമ്പിളുകളും എടുക്കുവാനും ഇലക്ട്രോണിക് മാധ്യമത്തിനുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള അവകാശത്തെയാണ് വിവരാവകാശം എന്ന് പറയുന്നത്. ഭരണഘടന അനുസരിച്ചോ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിർമ്മിച്ച ഏതെങ്കിലും നിയമം അനുസരിച്ചോ ഏതെങ്കിലും സർക്കാർ ഉത്തരവനുസരിച്ചോ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, ഈ പൊതുസ്ഥാപനങ്ങൾ, എന്താണ് പൊതുസ്ഥാപനങ്ങൾ എന്നതിനുള്ള നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ചോ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിർമ്മിച്ച ഏതെങ്കിലും നിയമം അനുസരിച്ചോ ഏതെങ്കിലും സർക്കാർ ഉത്തരവനുസരിച്ചോ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും, NGO ഉൾപ്പെടെ ഇതിന്റെ പരിധിയിൽ വരുന്നു. നമ്മൾക്ക് ഇവിടെ നിന്നാണ് നമ്മൾക്ക് ഇതിന്റെ വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് ഇൻഫർമേഷൻ നമ്മൾക്ക് കിട്ടുന്നത്. ഇനി വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂറോ, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ്, കേന്ദ്ര സാമ്പത്തിക ഇന്റലിജൻസ് ബ്യൂറോ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, വ്യോമയാന ഗവേഷണ കേന്ദ്രം, സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ്, അതിർത്തി രക്ഷാ സേന, കേന്ദ്ര റിസർവ് പോലീസ് സേന. ഇത് വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനങ്ങളാണ്. ഓക്കെ. ഇൻഡോ ടിബറ്റൻ അതിർത്തി സേന, കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന, ദേശീയ സുരക്ഷാ ഗാർഡ്, ആസാം റൈഫിൾസ്,
ശാസ്ത്ര സീമ ബെൽ, സ്പെഷ്യൽ ബ്രാഞ്ച് CID, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ക്രൈം ബ്രാഞ്ച് CID, CB ദാദ്ര ആൻഡ് നാഗർ ഹവേലി, സ്പെഷ്യൽ ബ്രാഞ്ച് ലക്ഷദ്വീപ് പോലീസ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അഴിമതി ആരോപണങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിവര അവകാശം വഴി നമ്മൾക്ക് ഇതിനകത്ത് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ അത് ഉൾപ്പെടുന്നതാണ്. പക്ഷേ അല്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതല്ല. എന്നാൽ അഴിമതി ആരോപണങ്ങളോ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളോ നമ്മൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാവുന്നതും കൂടെയാവും. വിവരം ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഫീസ് ഇതിനകത്തുണ്ട്. നമ്മൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുന്നത് ആകുന്നതുകൊണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റും. അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടത് 10 രൂപയാണ്. ഉത്തരം ലഭിക്കുന്നതിന് ഒരു സാധാരണ പേജിന്, അതായത് A4 സൈസ് പേജ്, നമ്മൾ കൊടുക്കുന്ന വിവരം ഒരു പേജിന് അവര് ചിലവാക്കുന്ന A4 സൈസ് പേജിന് ചിലവാക്കുന്ന എമൗണ്ട്, നമ്മൾ അങ്ങോട്ട് കെട്ടേണ്ട എമൗണ്ട് ആണ് 3 രൂപ. വലിയ പേജുകൾക്ക് യഥാർത്ഥ ചെലവ് വിവര പരിശോധന ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യമാണ്. തുടർന്നുള്ള ഒരു അരമണിക്കൂറിനും 10 രൂപ വീതം നമ്മൾ നൽകേണ്ടതുണ്ട്. ഫ്ലോപ്പിയിലോ CD-യിലോ ഒരെണ്ണത്തിന് 75 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരിൽ നിന്നും ഈ ഫീസ് ഈടാക്കുന്നതല്ല. ഫീസ് അടയ്ക്കുന്നതിനുള്ള രീതികളും നമുക്ക് അറിയാം, അത് മനസ്സിലാക്കി വെച്ചേക്കുക. കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രഷറിയിൽ അടക്കാം, അല്ലെങ്കിൽ റെസിപ്റ്റ് മുഖേന എടുക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ ബാങ്ക് ചെക്ക്, അതുമല്ലെങ്കിൽ പോസ്റ്റൽ ഓർഡർ വഴിയാണ് നമ്മൾ ഈ പണം അടയ്ക്കേണ്ടത്. വിവരാവകാശത്തിനായുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ എവിടെയാണ് അപേക്ഷ നൽകേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ PIO. PIOയുടെ സാന്നിധ്യത്തില് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കാം നമ്മൾ. അപ്പോൾ ഒന്ന് PIO ആണ്, രണ്ടാമത്തത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ APIO. ഓഫീസിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഈ ഒരു ചാർജ് കൊടുക്കുന്നത്. അത് ഒരു അധിക ചുമതലയായിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. അതായത് ആ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യക്തി ആണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അതിന്റെ ഒരു അധിക ചുമതല അവിടെ കൊടുക്കും. മറുപടി നമ്മൾക്ക് നൽകേണ്ട അതിനൊരു സമയപരിധിയുണ്ട്. അതെന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 30 ദിവസമാണത്. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിലോ 35 ദിവസം എടുക്കും. ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടവയ്ക്കുള്ള മറുപടിയാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടണം. മൂന്നാം കക്ഷി അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 40 ദിവസം എടുക്കും. മൂന്നാം കക്ഷിയോടെ അഭിപ്രായം തേടാനായിട്ട് 5 ദിവസമാണ് പറയുന്നത്. മൂന്നാം കക്ഷി മറുപടി നൽകാനായിട്ട് 10 ദിവസമാണ് പറയുന്നത്. കാലതാമസം വന്നാൽ ഉദ്യോഗസ്ഥൻ അടയ്ക്കേണ്ട പിഴത്തുക 250 രൂപ വീതമാണ്. ഒരു ദിവസം 250 രൂപ വെച്ച് അടക്കേണ്ടി വരും. പരമാവധി 25,000 രൂപ വരെ അടക്കേണ്ടി വരും. ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട അറസ്റ്റ് വാറന്റ് നൽകിയ ഒരു സംസ്ഥാനമുണ്ട്, അരുണാചൽ പ്രദേശാണ്. പുറത്തിരുന്നേക്കുക. ഈ വിവരാവകാശ നിയമം വഴിയായിട്ട് ഒരു കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ച പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപേക്ഷിക്കുന്നതിന് 20 വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഏകദേശം 20 വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ നമ്മൾക്ക് ഇതിലൂടെ ലഭ്യമാകും. ആദ്യത്തെ അപ്പീലിന് ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിന് മറുപടി ഇതല്ലെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാം. അത് തന്നെ 30 ദിവസമാണ്. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണം. അത് PIOയുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. സെക്കൻഡ് അപ്പീൽ ആണെങ്കിൽ 90 ഡേയ്സ് ആണ്, 90 ദിവസമാണ്. അത് ആർക്കാണ് കൊടുക്കേണ്ടത് വെച്ചാൽ നേരിട്ട് വിവരാവകാശ കമ്മീഷന് കൊടുക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ സ്ഥാനബലങ്ങൾ? ശമ്പളവും. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഭേദഗതിക്ക് മുൻപ്, അതായത് 2019 ഭേദഗതിക്ക് മുൻപ് വരെയും ഇലക്ഷൻ കമ്മീഷണർക്ക് തുല്യമാണ്. ഇപ്പോഴാണെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിക്ക് തുല്യം 2,50,000 രൂപയാണ് ശമ്പളമായിട്ട് അവർക്ക് കൊടുക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക്
ഭേദഗതിക്ക് മുൻപ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്ക് തുല്യമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർവീസിലുള്ള ഒരു ബ്യൂറോക്രാറ്റ് ഉദ്യോഗസ്ഥന് തുല്യമാണ്. അതായത് ഒരു കളക്ടറിന് കിട്ടുന്ന സാലറിയുടെ ആണ് അവിടെ പറഞ്ഞു വരുന്നത്. ഏകദേശം 2,25,000 രൂപയാണ് കിട്ടും. അപ്പോൾ 2005 ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. എല്ലാ പോയിന്റ്സുകളും കൃത്യമായിട്ട് എഴുതിയെടുക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.